മാഡം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഔട്ട് ഓഫ് കോർട്ടിന്റെ ഒരു എപ്പിസോഡില് ഒരാള് വന്ന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സംശയം എന്താന്ന് വെച്ചാല്, വൈഫിന് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായി, അത് തെളിവോട് കൂടി തന്നെ കോടതിയിൽ തെളിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തെളിവ് സമർപ്പിച്ചതിന്റെ ഫലത്തില് അവരുടെ കുട്ടിയുടെ കസ്റ്റഡി അച്ഛന് കിട്ടുമോ എന്നൊരു ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്. അത് എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? എന്താണ് അതിനെ? അത് കോടതിയിലെ എവിഡൻസ് ഹാജരാക്കി അത് കോടതിക്കും കൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും കുട്ടി അവിടെ സുരക്ഷിതയല്ലെന്നും കണ്ടു കഴിഞ്ഞാൽ അച്ഛന് കസ്റ്റഡി കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അച്ഛന് കസ്റ്റഡി കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ട മറ്റൊരു ചോദ്യമായിരുന്നു, സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന ഒരു ചോദ്യമായിരുന്നു, ഒരു ഗ്രൂപ്പില്. അതിൽ വന്നിട്ടുണ്ടായിരുന്നതും കൗൺസിലർ ഉണ്ടല്ലോ കോടതിയിൽ. അപ്പം ഈ കോടതിയിലെ ഈ കൗൺസിലിംഗ് റിപ്പോർട്ട് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിലുള്ള വെർബറ്റേറിയൻ റിപ്പോർട്ട് എന്ന് പറയും ഞങ്ങളെ ഇതില്. ഫുൾ അവരെന്താണ് പറയുന്നുള്ള ഓരോ സെന്റൻസും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കോടതിയിൽ സമർപ്പിക്കുകയാണോ ചെയ്യുന്നതെന്ന് ഒരു ഡൗട്ട് ഒരാൾ ചോദിക്കുകയുണ്ടായി. അതെങ്ങനെയാണ് മാഡം അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ? കോടതിയിലെ കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ കൗൺസിലേഴ്സ് സംസാരിച്ചിട്ട് ആദ്യം ഒന്നിച്ചിരുത്തി സംസാരിക്കും, അത് കഴിഞ്ഞ് സെപ്പറേറ്റ് രണ്ടുപേരും സംസാരിക്കും, സെറ്റിൽ ആവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒന്നിച്ച് സംസാരിക്കും. അപ്പോൾ അത് വെർബറ്റേറിയം ആയിട്ടല്ല, അവരുടെ ഒരു സംക്ഷിപ്ത രൂപമായിട്ടാണ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോടതിക്ക്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ചില ആൾക്കാര് ചില കള്ളങ്ങളൊക്കെ പറഞ്ഞെന്നിരിക്കും. ഇപ്പം അമ്മായിയമ്മ പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാവാം, കേസൊക്കെ ഒന്ന് ഇച്ചിരി സ്ട്രോങ് ആവാൻ വേണ്ടി. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കുന്ന ഒരു കൗൺസിലറിന് അതൊക്കെ എത്രത്തോളം മനസ്സിലാക്കി എടുക്കാനൊക്കെ സാധിക്കാറുണ്ട്? അവര് സ്ഥിരമായിട്ട് ഈ കൗൺസിലേഴ്സ് ഒരുപാട് പേര് കാണുന്നതാണല്ലോ. അപ്പോൾ വന്ന് മുൻപിലിരിക്കുന്ന ആള് കളവാണോ പറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കൗൺസിലർമാർക്ക് കഴിയും. അതിനനുസരിച്ച് തന്നെയാണ് അവർ ഡീൽ ചെയ്യാറുള്ളത്. ഓക്കെ. ഇപ്പം നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തിക്ക് സ്വയം ബോധമുണ്ടെങ്കിൽ മാത്രമേ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ. മറ്റൊരാളുടെ നിർബന്ധം കാരണം ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്, അതിൽ ആക്ടിലുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ അടുത്ത സമയത്ത് അറിഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരു വീട്ടില് ഒരു അമ്മയ്ക്ക് ഡെലൂഷൻ ഡിസോർഡർ ആണ്. കാര്യം അവരെ മറ്റുള്ളവരെ ആക്രമിക്കാൻ പോകുന്നു. കുട്ടി പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഒരു കുട്ടിയുണ്ട്, കുട്ടി പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഉള്ള അധ്യാപകരെല്ലാം അച്ഛന് വശമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാണ്. സ്വാഭാവികമായിട്ട് അവരെ വീട്ടുകാർക്കും മീൻസ് ഈ ലേഡിയുടെ സഹോദരങ്ങൾക്കും ഒക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഹസ്ബൻഡിനും ആഗ്രഹമുണ്ട്. പക്ഷെ അതിപ്പം കേസ് കോർട്ടിൽ ഉള്ള ഒരു കേസാണ്. പക്ഷെ ഈ വൈഫ് ഈ ഒരു അസുഖം ഉണ്ടായിട്ട് തന്നെ ചികിത്സയ്ക്ക് തയ്യാറാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഒരു ചികിത്സയിലേക്ക് എത്തിച്ചാൽ ആ കുട്ടി അവിടുത്തെ ആ കുട്ടിക്ക് സെക്യൂർഡ് അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതില് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്ത് അവരുടെ മെന്റൽ ഇവാലുവേഷൻ നടത്തണമെന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുക്കണം. എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിന്റെ ഒരു 4-5 ഡോക്ടർമാരുടെ പേര് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഗവൺമെന്റ് ഡോക്ടർമാരുടെ മുമ്പിൽ പാനലിന് മുന്നായി ഹാജരാകുകയും അവരുടെ മെന്റൽ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്യാനും കോടതിക്ക് നിർദ്ദേശിക്കാനായിട്ട് കഴിയും. ഓക്കെ. അതിന് ഹസ്ബൻഡിന് കോടതിയിൽ കൊടുക്കാൻ പറ്റും, പെറ്റീഷൻ കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവരാണല്ലോ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്. ഇവരുടെ ഈ സൈക്കോളജിക്കൽ ഡിസോർഡർ കൊണ്ട് ഇവരാണല്ലോ ബുദ്ധിമുട്ട് സഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നും അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെന്നും അതുകൊണ്ട് ഇവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുക്കുകയും ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിന്റെ മുമ്പേ ഹാജരാകാനായിട്ട് പറയും. മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരാകാനായിട്ട് കോടതിക്ക് നിർദ്ദേശിക്കാൻ കഴിയും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സാധാരണ മദ്യപാനവും ഒരു തരത്തിൽ പറഞ്ഞ മാനസിക രോഗാവസ്ഥയിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. മാനസിക രോഗം ആണ് അഡിക്ഷൻ എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരെയും ഇപ്പം കോടതിയിൽ ഒരു കേസ് വരുന്ന സമയത്ത് മദ്യപാനമാണ് പ്രശ്നമെങ്കിൽ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിലേക്ക് വേണ്ടി കോടതിക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ?
ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ അവർ തന്നെ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പം മാഡത്തിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ഒരു ഭാര്യയും ഭർത്താവും വരാറില്ലേ? അപ്പോൾ അവരെ കാര്യങ്ങൾ മാഡത്തിന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടോ? അതെ, അത് മിക്ക സമയത്തും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ ചില ആൾക്കാർക്ക് ഒട്ടും ഇൻസൈറ്റ് ഉണ്ടാവില്ല. അവര് പറയുന്നത് അവരുടെ മദ്യം അവർക്ക് സ്വയം നിർത്താൻ പറ്റുമെന്നും ഒരു പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് അവര് വരുന്നത്. ചിലപ്പോൾ വൈഫായിരിക്കാം നിർബന്ധിച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ നമുക്കറിയാൻ പറ്റും ഒരു ട്രീറ്റ്മെന്റ് സൈക്യാട്രിസ്റ്റിന്റെ സഹായവും കൂടെ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വേണമെന്നുള്ളത്. പക്ഷെ ഇവര് തയ്യാറാവില്ല. വീണ്ടും ഈ വൈഫ് സഫർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് ഒരാള് സ്വയം വില്ലിങ് അല്ല. ഇപ്പോഴത്തെ മെന്റൽ ഹെൽത്ത് ആക്ട് പറയുന്നതും സ്വയം വില്ലിങ് അല്ലാതെ നമുക്ക് നിർബന്ധിച്ച് ട്രീറ്റ്മെന്റിലേക്ക് വിടാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ ആ ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എനിക്ക് തോന്നുന്നത് മാഡത്തിനെ പോലുള്ള സൈക്കോളജിസ്റ്റുകൾ അവരെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയും അവരുടെ ഇത്തരം പെരുമാറ്റങ്ങൾ കൊണ്ട് അവരുടെ കുടുംബജീവിതം തകരാറിലാകുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ അത് കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചികിത്സ തേടണം എന്നുള്ളത് അയാളും കൂടെ സ്വന്തമായിട്ട് വിചാരിക്കണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ മനഃശാസ്ത്രജ്ഞർക്കാണ് അതിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കാൻ കഴിയുന്നതെന്നാണ്. ഞാൻ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മളിപ്പോൾ ഒരു മദ്യപാന ചികിത്സയ്ക്ക് എത്തുന്ന ഒരു വ്യക്തിക്ക് സ്വയം തയ്യാറല്ലെങ്കിൽ അവരെ നമുക്ക് വളരെയേറെ പ്രഷർ കൊടുത്ത് ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കാര്യം സ്വയം ഒരു ഇൻസൈറ്റ് ഇല്ല. മോട്ടിവേഷൻ ലെവൽ എന്ന് പറയും ഞങ്ങളെപ്പോലുള്ളവർ. ഒരു മോട്ടിവേഷൻ ലെവൽ ഉണ്ടാവത്തില്ല. പക്ഷെ അതില് കുറച്ച് അവരുടെ സ്വന്തം ഫ്രണ്ട്സിനും അതുപോലെ തന്നെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ഒരു ബോസിന്, അവർക്കൊക്കെ ഇത് കുറച്ചും കൂടെ സഹായിക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കേസുകളില് ഈ സമൂഹം നമ്മളോടൊപ്പം നിന്നാൽ മാത്രമേ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ പലപ്പോഴും ഈ പേഷ്യൻറ്റിനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് ഇവര് ട്രീറ്റ്മെന്റിന് പോകുന്ന സ്ഥലം. അവിടെ ഈ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ് ഉള്ള സ്ഥലം തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഹസ്ബൻഡ് ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കും, പക്ഷെ വൈഫിന്റെ ഡിസ്ട്രസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും ഈ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് പേഷ്യന്റ് വീട്ടിൽ പോകുമ്പം വൈഫ് പഴയ കാര്യങ്ങൾ വെച്ച് വീണ്ടും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അത് മാരേജിന്റെ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്.